വിൽ ഓഫ് ഗോഡായിട്ട് എടുത്ത് സഹനത്തെ സന്തോഷത്തോടെ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്താൽ, ആ സഹനത്തെ കർത്താവിന് നാം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഗ്രേസായിട്ട് മാറും. ഇല്ല, നമ്മളതിനെ പ്രതിരോധിച്ച് കഴിഞ്ഞാൽ സാത്താനായിട്ട് മാറും. യു ഗോട്ട് ദ പോയിന്റ്. ഒരേ സമയം തന്നെ ഒരൊറ്റ ആക്ഷനിലാണ്, ഒരൊറ്റ സംഭവത്തിൻ്റെ ആക്ഷനിൽ ഒന്നെങ്കിൽ നമ്മൾ സാത്താൻ്റെ അനുകൂലിയായിട്ട് മാറും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൈതലായിട്ട് മാറും. അതുകൊണ്ട് സാത്താനോട് ഈശോ പറഞ്ഞു, സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് മാറുക. എന്താണ്? നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കണത്. നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കണത് എന്ന് വെച്ചാൽ എന്താണ്? സഹനത്തിലൊരു ദൈവിക കാര്യമുണ്ടെന്നാണ് പറയണത്. നമ്മൾ ദൈവത്തിൻ്റെ അതായത് ഇത് വരുന്ന സഹനത്തിൻ്റെ കണ്ടൻറ്റില്ലേ ഒരു ദൈവിക കാര്യമുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ വചനം ശ്രവിക്കാനുള്ള അഭിഷേകമായി. യു ഗോട്ട് ദ പോയിന്റ്. വചനം ശ്രവിക്കാനുള്ള അഭിഷേകം അങ്ങനെ വരണത്. അപ്പോഴേ ഈശോ മനസ്സിലായി, കർത്താവേ, അപ്പാ എൻ്റെ വചനത്തിലുള്ള ദൈവികമായ കാര്യം എൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലല്ലോ, വാട്ട് ടു ഡു എന്ന് ചോദിച്ചപ്പോൾ അപ്പായി പറഞ്ഞ കുഴപ്പമില്ല, ആ താബോറിലോട്ട് ഇവന്മാരെല്ലാം കൊണ്ടുവന്നോളാൻ പറഞ്ഞ്. അങ്ങനെ താബോറിൽ കൊണ്ടുവന്നപ്പോൾ അപ്പം പറയുന്നൊക്കെ വാക്കുകളുണ്ട്. എന്താണ്? അത് ശ്രവണാഭിഷേകം കൊടുക്കുന്നതാണ്. അത് 17 വചനത്തിലുണ്ട്. അത് 17:5. അതായത് താബോറിൽ വെച്ച് ഈശോൻ്റെ വിശ്വരൂപം കാണുമ്പോഴേ പിതാവിൻ്റെ അക്രഡിഷൻ കിട്ടും. കാര്യം വിൽ ഓഫ് ഗോഡിന് എപ്പോഴും പിതാവിൻ്റെ അക്രഡിഷൻ ഉണ്ടാവും. നമ്മളത് ദൈവനാമത്തിൽ എടുക്കുകയാണെങ്കിൽ, ദൈവനാമത്തിൽ ഒരു സഹനത്തെ എടുക്കുമ്പോഴാണ് അത് വിൽ ഓഫ് ഗോഡ് ആകണത്. വിൽ ഓഫ് ഗോഡ് ആകാൻ, ദൈവത്തിൻ്റെ ഹിതമാകാൻ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയത്തെ ദൈവനാമത്തിൽ എടുത്താൽ അത് വിൽ ഓഫ് ഗോഡ് ആകും. എന്നുവെച്ചാൽ വിൽ ഓഫ് ഗോഡ് ആണെന്നല്ല, വിൽ ഓഫ് ഗോഡിൻ്റെ ഫലം ചെയ്യും. യു ഗോട്ട് ദ പോയിന്റ്. നിങ്ങളതിനെ തെറ്റിദ്ധരിക്കരുത്. അതായത് ഒരു വിഷയം നമുക്കിഷ്ടമില്ല. ഇപ്പോൾ എൻ്റെ ട്രാൻസ്ഫർ തന്നെ എനിക്കിഷ്ടമില്ലാത്ത എത്ര ട്രാൻസ്ഫർ എനിക്ക് കിട്ടി. ഞാനതെല്ലാം വിൽ ഓഫ് ഗോഡായിട്ട് കർത്താവിൻ്റെ നാമത്തിലെടുത്തു. എനിക്കെല്ലാം വിൽ ഓഫ് ഗോഡിൻ്റെ ഫലം ചെയ്തു. എൻ്റെ കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിപ്പിച്ചു. എൻ്റെ മക്കളെ, കൃപയ്ക്ക് മേൽ കൃപയുണ്ട്. കൃപയെ മാത്രമല്ല, നമുക്ക് പ്രശ്നമില്ല. യോഹന്നാൻ 1:16 അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, ഏറ്റു പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ് വിഷയം. അതായത് ഗ്രേസ് മാത്രമേ നമുക്ക് അലോട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് അതിന് പാപത്തിന് പരിഹാരം ചെയ്ത കാരണം അവൻ്റെ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പറയുമ്പോൾ, അവൻ എൻ്റെ പാപത്തിന് പകരമായി അവൻ മരിച്ചു, അവൻ എൻ്റെ പാപത്തിന് പകരമായി അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ സഹനമേറ്റു, അവൻ എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് പറ്റാം? അവൻ്റെ നാമത്തെ വിശ്വസിക്കുക വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? അവൻ്റെ സഹനം അവൻ്റെ നാമത്തെ ഏറ്റെടുക്കുക എന്നതിൻ്റെ അർത്ഥം. യു ഗോട്ട് ദ പോയിന്റ്. അല്ല, വെറുതെ വിശ്വാസ പ്രവർത്തനത്തിൻ്റെ കാര്യമില്ല. ഇവിടെ ഒരു വിഷയം വരുമ്പോൾ അവൻ്റെ നാമത്തിൽ എടുക്കണം. അത് ഭാര്യ ഉണ്ടാക്കിയാലും ഭർത്താവ് ഉണ്ടാക്കിയാലും അയൽവാസികൾ ഉണ്ടാക്കിയാലും നമ്മളത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ നമുക്കത് വിൽ ഓഫ് ഗോഡിൻ്റെ ഫലം ചെയ്യും. കാര്യം എവിടെ wherever there is suffering, we can make it as a will of God and we attain grace. എവിടെയെങ്കിലും ഒരു സഫറിങ് ഉണ്ടോ, അത് നമുക്കിഷ്ടമില്ലാത്ത ഒരു വിഷയത്തിലാണോ, ഇഷ്ടമില്ലാത്ത വ്യക്തികളിൽ നിന്നാണോ, when we take in the name of Jesus Christ, കർത്താവിൻ്റെ നാമം നമ്മൾ എടുക്കുകയാണെങ്കിൽ we will get the grace, the fruits of grace. കൃപയുടെ ഫലങ്ങൾ നമുക്ക് കിട്ടും. അതായത് സഹനം വരുമ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിലും വ്യക്തികളിലും നമ്മൾ ഇടപെടേണ്ടി വരുമ്പോൾ നോട്ട് ദ പോയിൻറ്റ്. എന്ത് ചെയ്യണം നിങ്ങൾ? അതിൽ ഒരു വിൽ ഓഫ് ഗോഡിൻ്റെ സാധ്യതയുണ്ട്. അത് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ എടുക്കുന്നു എന്ന് പറയണം. കാര്യം എന്താ? അതായത് എപ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ എന്താ പറയണത്, ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരല്ലേ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ ആദ്യം കർത്താവ് എന്ത് ചെയ്യുക? അവരൊരു സഹനത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ് അല്ലേ. യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടു, ഇനി വരാൻ പോകുന്ന സഹനമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ സഹനത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. യേശുവിനെ പുറകെ ചെന്നിട്ട് ഇതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ, ഇത് ഇങ്ങനെ രീതിയിൽ എടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പുറകെ ചെല്ലും. സഹനമല്ല പ്രശ്നം, സഹനത്തെ എടുക്കുന്ന രീതിയാണെന്നാണ് എമ്മാവൂസ് പഠിപ്പിക്കുന്ന പാഠം. അപ്പോൾ
കർത്താവിൻ്റെ പുറകെ ചെല്ലും. പറഞ്ഞു മക്കളെ സഹനമല്ല കുരിശ് പറഞ്ഞത്, ഞാൻ കുരിശ് പറഞ്ഞപ്പോൾ കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത്. സഹനവും കുരിശ് പറഞ്ഞതെന്നല്ല പ്രശ്നം, സഹനത്തെ എടുക്കണ രീതിയാണ് പ്രശ്നമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്ത് ഈ സഹനത്തെ എടുക്കുന്ന ടെക്നോളജി അവർക്ക് പറഞ്ഞു കൊടുക്കും, എങ്ങനെ സഹനത്തെ എടുക്കണം. എന്നിട്ട് അതിന് വചനം എന്താ പറയണത്? 24-26 ലുക്കാൻ്റെ സുവിശേഷം. ലുക്ക ദൈവവചനം ഗ്രഹിക്കാൻ വേണ്ടി ഹി ഓപ്പൺസ് ദ ഹാർട്ട്. അതാ ഭയങ്കര വചനമാണത്. ഇത് നമ്മൾ 90 കൊല്ലം ഇവിടെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചെങ്കിലും കർത്താവിൻ്റെ വചനം ഗ്രഹിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഹാർട്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ വെറുതെ പോയി യൂദാസിനെ പോലെ കെട്ടിത്തുങ്ങി ചാകണം നല്ലത്. കാര്യം അവന് പറ്റിയ അബദ്ധം അതാണല്ലോ. ഈ 11 പേരെക്കാൾ അവന് പറ്റിയ അബദ്ധം എന്താണ്? ദൈവവചനം സ്വീകരിക്കാനുള്ള ഹാർട്ട് തുറവിയില്ലാതെ വന്നതാണ്. അതാണ് യൂദാസിനെ പറ്റിയ അബദ്ധം. യൂദാസ് ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്ന കാരണം അതാണ്. ദൈവവചനം എത്രയോ പ്രാവശ്യം പറഞ്ഞു, പക്ഷേ അവൻ്റെ ഹാർട്ടെല്ലാം ഷഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം എന്താ ചെയ്ത്? മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരുടെ പുറകെ പോയിട്ട് പറഞ്ഞു, മക്കളെ കുരിശല്ല പ്രശ്നം, പീലാത്തോസല്ല പ്രശ്നം, മക്കളെ കാൽവരിയല്ല പ്രശ്നം, അതെടുക്കണ രീതിയാണ് പ്രശ്നം. ഐ വിൽ ടീച്ച് യു, ഞാൻ നിന്നെ അത് പഠിപ്പിക്കാം. എന്നിട്ട് എന്ത് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്തത് എന്താണ്? ദൈവവചനം, സഹനത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുത്തു. എൻ്റെ മക്കളെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, വചനത്തിലുള്ള will of God, ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എൻ്റെ ഹൃദയങ്ങളെ നീ തുറക്കണമേ. ഓ ദിവ്യകാരുണ്യമേ, ഇപ്പോൾ എമ്മാവുസിലെ ലൂക്ക 24:46 ആ വചനം ഉള്ളത്. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. അതായത് 45 ഓപ്പൺ ദ ഹാർട്ട്. ലുക്ക 24:45 വിശുദ്ധ ലിഖിതങ്ങളെ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അതുതന്നെയാണ് അവിടെ തുടങ്ങിയത്. എവിടെ? നമ്മൾ താബോർ മലയിൽ സംഭവിച്ചത് തന്നെയാണ്. സഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ മറുതലിച്ചു. കാര്യം സഹനത്തിലുള്ള വിൽ ഓഫ് ഗോഡ് മനസ്സിലാക്കാനുള്ള ഹൃദയ തുറവി അവർക്കില്ലായിരുന്നു. അതുതന്നെയാണ് എമ്മാവുസിലൊക്കെ ശിഷ്യന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് സഹനത്തിലുള്ള ദൈവത്തിൻ്റെ തിരുമനസ്സ് മനസ്സിലാക്കാൻ, അഥവാ ഞാൻ ഇന്ന് ഈ വചനത്തിൽ വരുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹനം നമ്മൾക്കിഷ്ടമില്ലാത്ത അനിഷ്ടമായ സാഹചര്യങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ എല്ലാം നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാവിൻ്റെ ഫലങ്ങളോടെ എടുക്കുകയാണെങ്കിൽ അതാണ് തുറവി എന്ന് പറയുന്നത്. വചനത്തിലുള്ള തുറവി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൃപയായി മാറുമെന്നായി പറയണത്. ഇപ്പം എന്താ പറയണത്? അത് അപ്പോസ്തലന്മാർക്കില്ലായിരുന്നു, എമ്മാവുസിലെ ശിഷ്യന്മാർക്കില്ലാഞ്ഞ കൊണ്ട് എന്നാ ചെയ്ത്? അവൻ ചെന്ന് പറഞ്ഞു, മക്കളെ കാൽവരിയല്ല പ്രശ്നം, കുരിശല്ല പ്രശ്നം, മുൾക്കിരീടമല്ല പ്രശ്നം, തിരുവിലാല മുറിവല്ല പ്രശ്നം, ഇത് സമീപിക്കുന്ന രീതിയാണ്. അതിനെന്ത് ചെയ്യണം? 15, 24, 46 ഈ 45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അതാണ് താബോറിൽ സംഭവിച്ചത്. വിശുദ്ധ ലിഖിതൻ, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. എന്താണ് ശ്രവിക്കാൻ പറയുന്ന ഒരു വചനം? ശ്രവിക്കാൻ പറയുന്നത് ആ വചനത്തിനകത്തുള്ള ദൈവഹിതം സ്വീകരിക്കാനുള്ള മാനസിക അവസ്ഥ രൂപപ്പെടുത്തിയെടുക്കാനുള്ള കൃപയ്ക്കാണ് അങ്ങനെ പറയണത്. രണ്ടിടത്തൊന്ന് ഈ താബോറിൽ 17:5 ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രമിക്കാൻ പറയുന്ന സഹനം ഭരണകാലത്ത്, പീഡാനുഭവ പ്രവചനം ഭരണകാലത്ത് അത് പറ്റത്തില്ല, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് എതിർത്ത് പറയണത് എന്തുകൊണ്ടാണ്? നിയമനിഷേധിയാണ്. 2 Thessalonians 2:9 നിയമനിഷേധിയാണ്. നിയമനിഷേധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആരിലൂടെ? നിയമം എന്താണ്? നിയമം 15:10 എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ ദൈവത്തെ നമ്മളെ വസിപ്പിക്കണമെന്ന് നിയമം. നിയമം നിഷേധി എന്താ ചെയ്യണത്? ദൈവത്തിൽ നമ്മളെ അടർത്തിക്കളയും. അതിനിപ്പോൾ എന്താ ചെയ്തിരിക്കണത്? പിതാവിൽ നിന്ന് ഈശോനെ അടർത്തിക്കളയാൻ വേണ്ടി നിയമനിഷേധി വന്നിരിക്കുകയാണ്. എവിടെ വന്നിരിക്കണത്? നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, നിനക്ക് സഹനം ഉണ്ടാകാതിരിക്കട്ടെ,
ആര് 15 അതാണ് നമ്മൾ പത്രോസ് പറയണത്. 17:5 കഴിഞ്ഞ് താഴേക്ക് വരുന്ന വചനങ്ങളിൽ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഉടനെ പത്രോസിനെ കർത്താവ് പറഞ്ഞു, ഇവിടെ താബോറിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ശ്രവിക്കാനുള്ള വചനം അഭിഷേകം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ ശ്രവിക്കാൻ എപ്പോഴും ദൈവം വചനം ശ്രവിക്കാൻ, അത് വിൽ ഓഫ് ഗോഡ് മനസ്സിലാക്കാൻ, ആ സഹനം വരികയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ നാമത്തിൽ എടുത്തുകൊണ്ട് വിൽ ഓഫ് ഗോഡ് ആക്കിയിട്ട് അതിന് സമർപ്പിതരായിട്ട് അനുഗ്രഹം മേടിക്കാനുള്ള, ദൈവത്തോട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എമ്മാവസിലെ ശിഷ്യന്മാർ പോണത്. അവരെ പുറകെ നിന്നിട്ട് ഈശോ പറയും, മക്കളെ, തിരുവിലാരം മുറിവ് ഒരു പ്രശ്നമല്ല, മുൾക്കിരീടം ഒരു പ്രശ്നമല്ല, കുരിശൊരു പ്രശ്നമല്ല, കാൽവരി ഒരു പ്രശ്നമല്ല, സഹനം ഒരു പ്രശ്നമല്ല, അതിനെ സമീപിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്ത്, ഐ വിൽ ഓപ്പൺ യുവർ ഹാർട്ട്, ഞാൻ നിൻ്റെ ഹൃദയത്തെ ഓപ്പൺ ചെയ്യാം. ഈ തിരുഹൃദയത്തിന് നാളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? കർത്താവേ, എന്താ പ്രാർത്ഥിക്കുന്നത് നമ്മൾ? എൻ്റെ ഹൃദയത്തെയും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. അത് മനോഹരമായ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ സ്വഭാവം എന്താണ്? വചനത്തിൻ്റെ ഓപ്പൺനെസ്സാണ്. അല്ല നമ്മൾ പറയുന്ന കുറേ സംഭവമൊക്കെ പറയുന്നുണ്ട്, അതൊന്നുമില്ല. ആക്ച്വലി ആ പ്രാർത്ഥന കറക്റ്റാണ്. പ്രാർത്ഥനയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം വേറെയാണ്. ഈശോൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പാ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്ന്. എവിടെയാണോ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന ദൈവം സ്വന്തം ഇഷ്ടമാക്കി മാറ്റണത്, അപ്പോൾ ഹൃദയമായി. ഈശോയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ഓപ്പൺനെസ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾക്കുള്ള തുറവിയാണ്. ആ തുറവി പത്രോസ് ഇല്ലാഞ്ഞ കാരണം പത്രോസിൻ്റെയും യേശുവിൻ്റെ ഹൃദയത്തെ പോലെ പത്രോസിൻ്റെ ഹൃദയത്തെ അങ്ങോട്ട് മാറ്റും. ഹൃദയശാന്ത എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമെന്ന് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്നത് വിൽ ഓഫ് ഗോഡ് യേശുവിനെ പോലെ സ്വീകരിക്കാൻ പത്രോസിനും അത് മനസ്സിലാക്കാനുള്ള കഴിവ് താബോറിൽ വെച്ച് നൽകുന്നുണ്ട്. 15:5 ഈ കഴിവാണ് എമ്മാവൂസ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. 24:45 ദൈവവചനം കേൾക്കുന്നതിന് അവിടെ ഹൃദയത്തെ ത്രിഹൃദയമാക്കി മാറ്റും. അവർക്ക് ഓപ്പൺനെസ് കിട്ടും. യേശു മനസ്സിലാക്കിയ പോലെ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഹൃദയത്തെ യേശു തുറക്കും. അത് മനസ്സിലാകുമ്പോൾ സഹനം ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലെന്ന് ചോദിക്കുന്നൊരു വചനമുണ്ട്. 24:26 ലൂക്കാന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കാന്റെ സുവിശേഷം 24:26 മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? സകലത്തിൻ്റെ ഉള്ളിലാണ് നിൻ്റെ മഹത്വം ഇരിക്കണത്. അതുകൊണ്ട് മഹത്വമാണ് വിൽ ഓഫ് ഗോഡ്, സഹനം അതിൻ്റെ മാർഗമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു തുറവിയുണ്ട്. ആ തുറവിക്ക് വേണ്ടിയാണ് ഈശോ താബോർ മലയിൽ അപ്പോസ്തലനെ പത്രോസിനെയും എമ്മാവൂസിലെ ശിഷ്യന്മാർ ക്ലെയോഫസിനെയും ഹൃദയം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പത്രോസിന്റെ ഹൃദയം തുറന്നതുപോലെ, എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ ഹൃദയം തുറന്നതുപോലെ, സകല സാഹചര്യങ്ങളിലെ ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്തിക്കൊണ്ട് എല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിയാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെയും ഹൃദയത്തെ പോലെ ഹൃദയത്തെ പോലെ കേൾക്കുന്നതിന് ശ്രവിക്കുന്നതിന് ഫലം പുറപ്പെടുവിക്കുന്നതിന് തുറക്കണമേ. ഞങ്ങൾ നന്ദി മക്കളെ, നിങ്ങൾ രോഗമുള്ള ഇടത്തെല്ലാം നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. അതിശക്തമായ അഭിഷേക വചനങ്ങളാൽ കർത്താവ് നമ്മളെ സ്നാനപ്പെടുത്തിയിരിക്കുന്ന ആരാധന സ്വർഗീയ നിമിഷങ്ങളാണ്. ഇപ്പോൾ അമ്മ ജീവനോടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഇപ്പോൾ കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നു. നിൻ്റെ രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിൻ്റെ കൈകൾ വെക്കണം. അഭിഷിക്തൻ കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവേ, തിരുപ്പട്ടത്തിന് അഭിഷേകം നൽകിയതിന് നന്ദി പറയുന്നു. കർത്താവേ,
35 കൊല്ലത്തെ പൗരോഹിത്യം അങ്ങയുടെ നാമത്തെ ജീവിപ്പിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. അതിനേക്കാളുപരി അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ ഈ അൾത്താറയിൽ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ മനസ്സരച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോഴും ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന് വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അനേകം മക്കളെ ഈ പ്രാർത്ഥന എപ്പോൾ കേൾക്കട്ടെട്ടാലും കർത്താവെ അടിപ്പിണർ പോലെ വൈദാഖാനം പോലെ ദൈവികമായ ശക്തി അവരൊക്കെ ആവശ്യിക്കേണ്ട ശ്രുതികട്ടെ. ഓരോ മക്കൾക്കും വചനാഭിഷേകം നൽകണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ വാക്യമുള്ളൂ. കർത്താവ് പറഞ്ഞ വാക്ക് ധൈര്യമായിരിക്കുക എന്നുള്ളതാണ്. കടമായാലും രോഗമായാലും കേസായാലും ജപ്തി നടപടിയായാലും നിങ്ങൾ ഈ ആരാധനയിൽ കൂടുന്ന മക്കളാണ്. അമ്മയുടെ നീല മേലങ്കികൾ നിങ്ങളെ സംരക്ഷിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിരിക്കണം. തന്നെയല്ല, ഇപ്പോഴും മാരക രോഗികൾ, അതുപോലെ തന്നെ കോവിഡ് രോഗികൾ ഇപ്പോഴും നെഞ്ചത്ത് കൈവെക്കേണ്ടതാണ്. ഇനി അവരിത് കേൾക്കുന്നില്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് നെഞ്ചത്ത് കൈവെക്കാം. കോവിഡ് രോഗികൾ ഈ പ്രാർത്ഥന കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവരവിടെ ബന്ധുക്കളാണെങ്കിൽ നിങ്ങളുടെ നെഞ്ചിൽ കൈവെക്കാം. കർത്താവ് വിശുദ്ധമായ തൻ്റെ ചോരയാൽ നിങ്ങളുടെ രോഗികളെ കർത്താവ് കഴുകും. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവിലാവിൽ ഒഴുകുന്ന വിശുദ്ധമായ രക്തത്താൽ എല്ലാ കോവിഡ് രോഗികളുടെയും ശ്വാസകോശങ്ങളെ ഇപ്പോഴും കഴുകണമേ കർത്താവേ. വ്യത്യസ്തമായ രോഗങ്ങള്, കരള് രോഗങ്ങള്, രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, അവയവങ്ങളുടെ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, 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 മുഴകളുടെ രോഗങ്ങള്, വാത രോഗങ്ങള്, കാലു മുതൽ വരെ ക്രിസ്തുവിന്റെ ദൈവമേ അവരെ അങ്ങ് സാക്ഷികളായി മാറ്റണമേ. മക്കളെ, ജോലിയില്ലാത്തവര്, വീട്ടിൽ സമാധാനം ഇല്ലാത്തവര്, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവര്, സാമ്പത്തിക കടമുള്ളവര്, കുടുംബജീവിതം തന്നെ വല്ലാത്ത ഒരു അകൽച്ചയിൽ കഴിയുന്ന ഭാര്യാഭർത്തകന്മാർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, കേസ് കെട്ടിക്കിടക്കുന്ന രൂപത കോടതികൾ കേസ് കിടക്കുന്നവർ, പിന്നെ സിവിൽ കോടതി കേസുകൾ, മറ്റു തരത്തിലുള്ള വിഷയങ്ങൾക്ക്, സ്ഥാപന സംഗമ വസ്തുക്കളെക്കുറിച്ചുള്ള തർക്കങ്ങൾ, വിഷയങ്ങൾ, സമാധാനമില്ല, ദൈവ അനുഗ്രഹം ഫീൽ ചെയ്യണില്ല, പ്രാർത്ഥന ഫീൽ ചെയ്യണില്ല, സങ്കടവും ദുഃഖവും ക്ലേശവും രോഗവും, കുടുംബത്തിലുള്ള വല്ലാത്ത ഒരു സ്നേഹിക്കപ്പെടാത്ത അവസ്ഥകൾ, വെറുപ്പനുഭവിക്കുന്ന അവസ്ഥകളെല്ലാം ഇപ്പം മാറുന്ന സമയമാണ്. ചാടിയായി ഇപ്പോഴും അഭിഷിക്തം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവെ, ആരെല്ലാം മക്കൾ ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്ന സമയങ്ങളിൽ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ആ കൈകളെല്ലാം കർത്താവേ നിന്റെ തിരുമുറുപാറുന്ന സ്വരത്തുകരം ഉയർന്നിരുന്നേറ്റ മഹത്വത്തിന്റെ കരങ്ങളാക്കി മാറ്റി. അടിപ്പഴപ്പോട് വൈദ്യാഘാതം പോലെ കർത്താവ് നിന്റെ കുടുംബത്തിൽ 4 അതിരുകളിൽ, നിന്റെ ഓഫീസുകളിൽ, നിന്റെ ജോലിക്കാര്യങ്ങൾ, നിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, നിന്റെ പരീക്ഷകൾ, നിന്റെ ടെസ്റ്റുകൾ കർത്താവ്, നിന്റെ ഇന്റർവ്യൂകൾ കർത്താവ്, ഏതെല്ലാം മേഖലകളിൽ കർത്താവേ, വാടക വിഷയങ്ങളിൽ കർത്താവേ, ഏതെല്ലാം മേഖലകളിൽ കർത്താവേ, എന്തെല്ലാം വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, നീ ഉടമ്പടി വെച്ച മുഴുവൻ കാര്യങ്ങൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ സമർപ്പിക്കുന്നു. മാരക രോഗങ്ങളും ജീവിത ദുരിതങ്ങളും മാതാവിന്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ.